Hey guys, welcome back to my YouTube channel. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ്, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വലിയ പ്രത്യേകത ഉള്ള ദിവസമൊന്നും അല്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ കുറേ ആയി. വല്ലപ്പോഴൊക്കെയാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വാച്ച് അവറൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട്. മോട്ടിവേഷനൊന്നും ആയിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ടിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ റെഡിയായി പോകുന്നത് നേരെ ഫോട്ടോസിലേക്കാണ് കേട്ടോ. അപ്പോൾ മമ്മി ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മമ്മി ആണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങി, അതായത് വർക്കിന് പോയിട്ട് ഒരു ഉച്ചയൊക്കെ എപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി വന്ന് ഫോട്ടോസിലേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. എന്താ പറയുക, ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ ഇടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിലിതേ സർപ്പം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മിക്കപ്പോഴും ഞാനിവിടെ വരുന്നതാണെങ്കിൽ കൂടി എന്താ പറയുക, വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങനെ എടുക്കാറില്ല. ഷോർട്സ് എടുക്കാറുണ്ട് കേട്ടോ, ലോങ് വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്കൂടി നടക്കുമ്പോൾ ഇങ്ങനെ നല്ല നല്ല ഷോപ്പുകളൊക്കെ കാണാനായിട്ട് പറ്റും. കാണുക മാത്രമേ ഉള്ളൂ കേട്ടോ, മേടിക്കാറൊന്നുമില്ലേ. പിന്നെന്താ, നമ്മുടെ ലിയാമോളും കുഞ്ഞാപ്പും ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് പോകുവാണ് കേട്ടോ. അവർക്ക് ഊഞ്ഞാലെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റ് സംഭവങ്ങളെക്കാളും കൂടുതലിഷ്ടം ഊഞ്ഞാലാടാനാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പു ഇരുന്ന് ആടുന്നുണ്ട്. കുഞ്ഞാപ്പു ആടുമ്പോഴേക്കും ലിയാമോൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ലിയാമോളാണെങ്കിൽ കുഞ്ഞാപ്പു ഇല്ലാണ്ട് അപ്പുറത്തെ സ്ഥലങ്ങളിലോട്ടൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കുഞ്ഞാപ്പു ലിയാമോളും കൂടി ഇരുന്ന് കുറച്ച് നേരം ആടിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങറ്റത്ത് ഒരു ഊഞ്ഞാല കണ്ടിട്ട് കുഞ്ഞാപ്പു അങ്ങോട്ട് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ മമ്മിയും നിൽപ്പണ്ടേ. ഞാനിവിടെ ലിയാമോളുടെ അടുത്ത് നിന്ന് ആട്ടിക്കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഷൈസി ആൻറ്റി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷൈസി ആൻറ്റി എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ അനിയത്തിയാണ്. അപ്പോൾ ഷൈസി ആൻറ്റിക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വർക്ക്, ഫോർട്ട് കൊച്ചിയിൽ തന്നെയാണ് വർക്ക്. അപ്പോൾ ഞങ്ങളിവിടെ പാർക്കിലുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഷൈസി ആൻറ്റി വർക്ക് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് മമ്മിയും ഷൈസി ആൻറ്റിയും കൂടി അവിടെ ഇരുന്ന് വർത്താനം പറയുന്ന നേരത്തെ ഞാൻ ലിയാമോളുടെയും കുഞ്ഞാപ്പിൻ്റെയും പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണെങ്കിലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാപ്പിനാണെങ്കിൽ ഇന്ന് 5 വയസ്സിൻ്റെ വാക്സിനൊക്കെ എടുത്തിട്ടിരിക്കണേട്ടോ. ആൾക്ക് 6 വയസ്സ് കഴിഞ്ഞെങ്കിലും 5 വയസ്സിൻ്റെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നായിരുന്നു കേട്ടോ എടുക്കാനായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ വാക്സിനൊക്കെ എടുത്തിട്ടിരിക്കണേണ്. അപ്പോൾ ആൾ ഭയങ്കര മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പാർക്കിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താകുമോ എന്തോ. രാത്രിയാണല്ലോ പിള്ളേർക്ക് പനിയും അതുപോലെ തന്നെ കൈവേദനയൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇപ്പം ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലിയാമോളാണെങ്കിൽ അതിൻ്റെ പൊക്കത്ത് കയറി നിന്നിട്ട് കുഞ്ഞാപ്പിനെ വിളിക്കണേ കേട്ടോ, വാ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കണേന്. അപ്പോൾ കുഞ്ഞാപ്പിൻ്റെ ശരിക്കും പേര് റയാന ജുവൽ എന്നാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കുഞ്ഞാപ്പു എന്നിട്ടാ. മൂത്താളുടെ പേര് ലിയോണ ജുവൽ, നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേര് ലിയാമോൾ എന്നാണ്. അപ്പോൾ കുഞ്ഞാപ്പിന് ഇനി ടോയ്സ് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ടോയ്സ് മേടിക്കാനായിട്ട് കടയിലേക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് ആ ഒരു പാമ്പിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുഞ്ഞാപ്പിൻ്റെ കയ്യിലിരിക്കുന്നത്. കുഞ്ഞാപ്പിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക് കളറിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്, അത് കാണാനില്ല. അപ്പോൾ ഒരു യെല്ലോ കളർ കണ്ടപ്പോഴേക്കും അത് വേഗം തന്നെ അത് എടുത്തിട്ട് അത് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ലിയാമോൾക്ക് അവിടെ നിന്ന് ടോയ് കിട്ടിയില്ല, വേറെ കടയിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പു ആണെങ്കിൽ ആ ഒരു പാമ്പിനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു മീൻ വിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ മീനൊക്കെ കണ്ടപ്പോഴേക്കും അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണേ. അപ്പോൾ ഈ കടയിൽ നിന്ന് ലിയാമോൾക്ക് നോക്കി, ബട്ട് ആൾ ഉദ്ദേശിക്കുന്ന ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൾ നോക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർബി ഡോള്, ചെറിയൊരു ഫോണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ചെറിയ പിള്ളേരൊക്കെ കളിക്കുന്ന ആ ഒരു സംഭവമാണ് ലിയാമോൾ നോക്കുന്നത് കേട്ടോ. പക്ഷെ അതിവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് നേരെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിക്കേണ്ടേ നിറച്ച് പായൽ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളത്തിലിറങ്ങുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് ഷൈസി ആൻറ്റിക്ക് കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ. ഒരു വൈറ്റ് കളറിലെ കമ്മൽ ഷൈസി ആൻറ്റിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയതാണ്.
അപ്പോൾ ലിയാമ്മൾക്ക് ദേ ഈ ഒരു കടയിൽ നിന്ന് കയറിയപ്പോഴേക്കും ഒരു ഫോണാണ് ആദ്യമേ തൊട്ട് കാണിച്ചത് ആള്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് ബേബിയൊക്കെ കളിക്കണതാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബുക്ക് എടുത്ത് കയ്യിലോട്ട് കൊടുത്തതേ ഓർമ്മയുള്ളൂ. അതാകുമ്പോൾ അതിനകത്ത് കളറടിക്കാം, എന്താ പറയുക, വരക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തുവെങ്കിലും ആൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ ഷൈസ എനിക്കൊരു കമ്മലെടുത്ത് അതാണ് കേട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കമ്മലൊക്കെ അവിടെ നിന്ന് മേടിച്ചതിന് ശേഷം നോക്കിയപ്പോഴേക്കും മമ്മിയും ലിയാമ്മളും കുഞ്ഞാപ്പും ഓൾറെഡി ദേ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഷൈസേൻ്റെയും, അപ്പോൾ ഷൈസേൻ്റെക്ക് വെയിറ്റ് നോക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് വെയിറ്റ് നോക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ആ തക്കം നോക്കിയതേ മമ്മിയും കുഞ്ഞാപ്പും ലിയാമ്മളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ദേ ഷൈസേൻ്റെയും ഇറങ്ങാനായിട്ട് പോയി. അപ്പോൾ കുഞ്ഞാപ്പു എഴുതണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമ്മ എന്നാണ് കേട്ടോ എഴുതണത്. ഇമ്മയുടെ രണ്ടുമായും കൂടെ എഴുതില്ലേ, ഇമ്മ കടലമ്മ. ആ കടലമ്മ കടലമ്മ. ഓ മൊത്തം നടന്നു. അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഐസ്ക്രീം കഴിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ലിയാമ്മൾക്ക് കുഞ്ഞാപ്പനും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ അതേ ചോക്ലേറ്റ് ഐസ്ക്രീം ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ലിയാമ്മോള് എനിക്ക് ടോയ്സ് ഒന്നും വാങ്ങി തന്നില്ലല്ലോ എന്നുള്ള ഒരു പരാതിയും കൊണ്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഇതേ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കടയിൽ കയറിയതാണ് കേട്ടോ. ഫോർട്ട് വെച്ച് ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വൈകിട്ട് 7 മണിയായി. അപ്പോൾ ചായയും പഴംപൊരിയും കഴിക്കണേണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ.